ഇപ്പോൾ ഞാനുള്ളത് മലപ്പുറം ജില്ലയിൽ തന്നെ പുത്തനങ്ങാടി നേർച്ചയിലേക്കാണ്. എൻ്റെ കൂടെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇക്ബാലും ഉണ്ട്. അപ്പോൾ നേർച്ചയിലെ നമ്മൾ ഇന്ന് അവസാന ദിവസമാണ്. ഞാനവിടെ വേറെ വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് ഇതിങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ ഇവിടെ പോക്കറും മൂപ്പൻ ഇങ്ങനെ കുറേ ആൾക്കാരുടെ കബറുകളും കാര്യങ്ങളും, അതുപോലെ തന്നെ ഇത് പ്രധാനപ്പെട്ട ഒരു പള്ളി തന്നെയാണ്. നമ്മൾ ഒരുപാട് നേർച്ചേൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിലും ഓരോരോ സ്ഥലത്ത് ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളാണ്. അപ്പോൾ ഇവിടെ വളരെ പഴക്കമുള്ള ഒരു കഥകളാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ ഇവിടെ പ്രാർത്ഥന സമയമാണിപ്പോൾ. وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب ويسر الخواتم ويستسقى الله بوجهه الكريم وعلى آله وصحبه. ഈ നീണ്ട നിര അന്നദാനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇന്ന് അവസാന ദിവസമാണ്, അന്നദാനം ഉണ്ട്. അപ്പോൾ ജാതി മതഭേദമന്യേ എല്ലാവരും ഉണ്ട്. ഇതാണ് ആദ്യത്തെ പള്ളി എന്ന് പറയുന്ന പഴയ പള്ളി. ഇത് ഞാൻ പറഞ്ഞിട്ടല്ലോ, മുൻകാലങ്ങളിൽ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള നമ്മൾ പഴയകാല തച്ചന്മാരെ ശാസ്ത്രപ്രകാരമുള്ള ഒരു നിർമ്മാണ രീതിയാണ്. അമ്പലവും പള്ളിയും അതുപോലെ തന്നെ എല്ലാം ഒരേ ഒരു ഘട്ടം ഒന്നുപോലെ ഉണ്ടാവും. പക്ഷേങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒന്നെങ്കിൽ പള്ളീൻ്റെ ഒരു മോഡലായിരിക്കാം അമ്പലത്തിൻ്റെ മോഡലായിരിക്കാം പള്ളി. ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ആ കാലഘട്ടത്തിൽ ആശാരിമാർ അന്നത്തെ ചെയ്ത ഓരോരോ ഇതാണ്, കലാവിരുതുകളാണ്, കൊത്തുപണികളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അത് അമ്പലങ്ങളിലാണെങ്കിൽ വേറെ തരത്തിലായിരിക്കും, പള്ളിയിലാകുമ്പോൾ വേറെ തരത്തിലായിരിക്കും. പക്ഷേ പുറമേ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ തച്ചന്മാരുടെ കലവിരുതുകൾ ഏകദേശം ഏതാണ്ട് ഒരുപോലെ തന്നെ ഉണ്ടാവും. അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിലെല്ലാം ചില വിവാദങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇത് പഴയ പള്ളി ആയതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ നല്ല കൂളിംഗ് ആണ്. ഫാനൊക്കെ പഴയ കാലത്തെ ഫാനാണ്. എന്നാലും ഉള്ളിൽ AC ആരോ സ്പോൺസർ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ACൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. നല്ല കൂളിംഗ് ഉണ്ട്. പഴമ നിലനിർത്തിയുള്ള ഒരു പള്ളിയാണിത്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കയറി. മുകളിലത്തെ നിലയിലും പ്രാർത്ഥനാ സൗകര്യമുണ്ട്. അപ്പോൾ മുകളിലത്തെ നില നല്ല കാറ്റും വെളിച്ചവും തട്ടുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ്. ഇത് പഴയ മയ്യത്ത് കെട്ടിലാണ്, അത് മേലെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ആവശ്യം അങ്ങനെ ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇതൊരു നല്ല രസമുള്ള കാഴ്ചയാണ് എനിക്കിവിടെ വന്നേരം കിട്ടിയത്. ഇപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട്. അവരെ നമുക്ക് പരിചയപ്പെടാം. നിങ്ങളെ പേരെന്താ? എൻ്റെ ഒരു അമീർ പാതാരി. അപ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ മലപ്പുറത്തെ ഈ ഒരു പള്ളീൻ്റെ? ഞാൻ ഈ പള്ളിയുടെ കീഴിലാണ് ഇപ്പോൾ മഹല്ല് വൈസ് പ്രസിഡൻ്റാണ്. അതെ. അപ്പോൾ ഈ പള്ളീൻ്റെ ചരിത്രം ഒന്ന് അറിയണമെന്നുണ്ട്. അപ്പോൾ എന്തെല്ലാം ഇതിൻ്റെ ചരിത്രം വരുന്നത്? എത്ര പഴക്കം ഏകദേശം? ഏകദേശം 1000 വർഷം പഴക്കമുള്ള 2 പള്ളികളാണ് പുത്തനങ്ങാടിയിൽ നിലവിലുള്ളത്. 998 വർഷം എന്നാണ് ഇപ്പോഴത്തെ രേഖപ്രകാരം നമ്മുടെ പള്ളിയിൽ കൊത്തിവെച്ചിട്ടുള്ള, കൈപ്പടയിൽ കൊത്തിവെച്ചിട്ടുള്ള രേഖപ്രകാരം കാണപ്പെടുന്നത്. ഈ പള്ളിയുടെ ചരിത്രം എന്ന് പറയുന്നത് 1000 വർഷങ്ങൾക്ക് മുമ്പ് പൊന്നാനിയിൽ നിന്ന് 10 കുടുംബങ്ങൾ ഈ പ്രദേശത്ത് എത്തിച്ചേരുകയും ഇവിടെ താമസമാക്കുകയും ചെയ്തതിന് ശേഷം ഇവിടെ പള്ളിയുടെ അവർക്ക് നമസ്കരിക്കാനുള്ള ആവശ്യത്തിനായി ഒരു പള്ളി സ്ഥാപിക്കപ്പെട്ടു. അന്നത്തെ നാടുവാഴി ഇവിടെ പള്ളി സ്ഥാപിക്കപ്പെടുന്നതിന് വേണ്ടി അന്ന് സഹായിച്ചു. പക്ഷെ പിന്നീട് പല ആളുകളും ചേർന്ന് നിലവിലുണ്ടായിരുന്ന ഓലമേഞ്ഞ പള്ളി അത് കത്തി നശിപ്പിക്കപ്പെടുകയാണ് ചെയ്തത്. ആ സമയത്താണ് അന്നുണ്ടായിരുന്ന അന്നത്തെ ആളുകളുടെ നേതാവ് പാതാരി പോക്കര് മൂപ്പൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രതിജ്ഞ എടുക്കുകയും ഒരു പള്ളിക്ക് പകരം 2 പള്ളി സ്ഥാപിക്കുമെന്നുള്ള പ്രതിജ്ഞയുടെ ഒരു സാക്ഷാത്കാരമാണ് 1000 വർഷം മുമ്പ് ഈ 2 പള്ളികൾ സ്ഥാപിക്കപ്പെടാൻ കാരണമായി തീർന്നത്. പിന്നീട് ആ പള്ളി സ്ഥാപിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി സംഭവങ്ങൾ ഇവിടെ അരങ്ങേറുകയുണ്ടായി. അതിൻ്റെ പേരിൽ 21 ശുഹദാക്കൾ, 21 ആളുകൾ ഇവിടെ രക്തസാക്ഷിത്വം വഹിച്ചു. ആ രക്തസാക്ഷികളാണ് ഇവിടെ കിടക്കുന്നത്. അതുമാത്രമല്ല, അതിനുശേഷം അത്രയും പഴക്കമുള്ള പള്ളികളായതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ഈ പ്രദേശത്തെ ഏറ്റവും പഴക്കമുള്ള പള്ളി എന്നുള്ള നിലക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ തന്നെ ആളുകൾ ഇവിടെ ഈ പള്ളിയിലേക്കാണ് ജുമയ്ക്ക് വേണ്ടി വന്നിരുന്നത്. മമ്പ്രം തങ്ങളുടെ ഉസ്താദ് ഇവിടെയാണ് മറവട്ട് കിടക്കപ്പെടുന്നത്. ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന നമ്മുടെയൊക്കെ പ്രദേശത്ത് ഒക്കെ തന്നെ അടക്കി ഭരിച്ചിരുന്ന ഇന്ത്യയിലെ തന്നെ പ്രമുഖനായ രാജാവ്, ആ ടിപ്പു സുൽത്താൻ്റെ കാലിയായിരുന്ന KT അബ്ദുള്ള മുസ്ലിയാർ, കാലില്ലാത്ത ഉപ്പാപ്പ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം മറവട്ട് കിടക്കപ്പെടുന്നത് ഇവിടെയാണ്. ഒരുപാട് തങ്ങന്മാർ ഇവിടെ മറവട്ട് കിടക്കപ്പെടുന്നുണ്ട്. ഒരുപാട് മഹാന്മാർ ഈ പള്ളിയുമായും ഒക്കെ തന്നെ അഭേദ്യമായ ബന്ധം പുലർത്തിയുന്ന ആളുകളാണ്.
തെയ്യോട്ടുചിറ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന കമ്മു സൂഫി അവർകൾ, അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട കണ്ണിയല മൗല അബ്ദുള്ള മുസ്ലിയാർ ഇവിടെ ഓതിപ്പടിച്ച മഹത് വ്യക്തിത്വമാണ്. അങ്ങനെ നിരവധി ആളുകളുമായി ബന്ധം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു പള്ളിയും പള്ളിയുടെ പരിസരവുമാണ് ഈ പ്രദേശത്ത്. ഇവിടുത്തെ ഉറൂസ് ഇപ്പം നേർച്ചയായതുകൊണ്ട്, നമ്മുടെ നോമ്പായതുകൊണ്ട് കുറച്ച് നേരത്തെ ആയതായിരിക്കും അല്ല? ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും ഈ കാലത്ത് തന്നെയാണ്, നോമ്പിന്റെ മുമ്പേ റജബ് ഷാബാൻ മാസങ്ങളിലായി. അതിൻ്റെ ഒപ്പം തന്നെ പഴയകാലം മുതൽ തന്നെ ഈ നേർച്ച ഒരു കാർഷിക ഉത്സവത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. അപ്പൊ മലയാള മാസത്തിലെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ഒന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി ഉണ്ടാവും അല്ലെ? അങ്ങനെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും, എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടു. ഇപ്പൊ ഇന്നലെയും മറ്റേ മിനിഞ്ഞാന്നുമൊക്കെ നിങ്ങൾക്ക് വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നാൽ കാണും, ഈ മക്ബറയിൽ വരാനും ഇവിടെ നേർച്ചയിടാനും ഇവിടുത്തെ പുണ്യം നേടാനുമൊക്കെ ഒരുപക്ഷെ മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ മറ്റു മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണ് ഇവിടെ എത്തിച്ചേരുക. കാരണം ഈ പ്രദേശത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ശുഹദാക്കൾ എന്ന് പറയുന്നത് അവർക്കൊരു സംരക്ഷണ വലയമാണ്. ആ സംരക്ഷണ വലയം കൊണ്ടാണ് ഇവിടെ ആളുകൾ ഈ പള്ളിയെയും ഈ ശുഹദാക്കളുടെ ജാറത്തെയും ഇവിടുത്തെ മഹാന്മാരെയൊക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിട്ടുള്ള, മാത്രമല്ല എല്ലാ വർഷങ്ങളിലും ഇവിടെ നിങ്ങൾക്ക് വന്നാൽ കാണാം, ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരിൽ ഭൂരിഭാഗം ആളുകളും മറ്റു മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണ് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഇവിടെ 10,000-കണക്കിന് ആളുകൾക്ക് ഭക്ഷണ വിതരണം നടക്കുകയാണ്. ഈ ഭക്ഷണ വിതരണത്തിൽ നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ കാണും, മറ്റു മതവിഭാഗത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ മറ്റേ ഭക്ഷണം വാങ്ങുന്നതിന് വേണ്ടി അവർക്കൊരു പുണ്യം നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി, ശ്രോതാക്കന്മാരുടെ പേരിലുള്ള ഒരു ഭക്ഷണം വാങ്ങുക എന്ന ലക്ഷ്യത്തോടു കൂടി വന്നു ചേരുന്നതും അത്തരം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ഓക്കെ, എന്നാലും വലിയൊരു നിങ്ങൾ നല്ല വൃത്തിക്കുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. ഞാൻ കണ്ണൂരിൽ നിന്ന് വന്നുകൊണ്ട് എനിക്ക് കൂടുതൽ ആൾക്കാരെ കുറിച്ച് ഐഡിയ ഇല്ല. അപ്പോൾ എന്തായാലും വലിയ സന്തോഷം പരിചയപ്പെട്ടത്. ഇപ്പോൾ ശുഹദ മറ്റേ ഒരു 15 വർഷമായി ഈ ഇവിടെ നിന്നുള്ള മക്കാമിലെ ഈ ശുഹദാക്കളുടെ പേരിൽ ഒരു കോളേജ് 253ഓളം വിദ്യാർത്ഥികളും 25ഓളം അധ്യാപകരുമൊക്കെ ഉൾക്കൊള്ളുന്ന പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ജൂനിയർ കോളേജ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 15 വർഷമായി അതിവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ അതിൻ്റെ ഒരു സന്നദ്ധദാന സമ്മേളനം 60 വിദ്യാർത്ഥികൾക്കാണ്, പട്ടിക്കാട് കോളേജിൽ നിന്ന് ഫൈസി ബിരുദം നേടിയ 60 ആളുകൾക്കാണ് ഇവിടെ ഷാഹിദി ബിരുദവും കൂടി ഇന്നലെ ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നൽകിക്കഴിഞ്ഞത്. ഇവിടെ ഈ ഞാൻ വരുമ്പോൾ കേട്ടതാണ്, ഇപ്പോൾ തല അറുത്ത് വെച്ച് എന്തോ പാറ വലുതായി അങ്ങനെ എന്തോ ഒരു കഥ കേട്ടത്. അങ്ങനെ ഒരു പാറ അവിടെ ഉണ്ട്. അതെ, അങ്ങനെ ഒരു ചരിത്രം പറയുന്നുണ്ട്. പാറ വലുതാവുന്നുണ്ട് അങ്ങനെ എന്തോ. അല്ല, സ്വാഭാവികമായിട്ടുള്ള അതെ 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 അത് നമ്മൾ കേട്ടുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ അത് എന്താണെന്നുള്ളത് പഴയ കാലത്ത് മുതലുള്ള ആളുകൾ പറയുന്ന ഒരു സംഗതി. അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങലായി. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് ഉടനെ തന്നെ കാണാം.